ഷായേട്ടന് ശരിക്കും അച്ഛൻ്റെ അമ്മേനെ കുറിച്ച് ഓർമ്മ പറയുകയാണെങ്കിൽ എന്താ? അനിയ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് സ്കൂളുള്ള ദിവസമായ കാരണേ അവരിതാ സ്കൂളിൽ വിട്ട് വന്നിട്ട് അച്ഛൻ എനിക്ക് ചെയ്തു തരാവുന്ന ഏറ്റവും വലിയ. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോവാ. വായോട്ട. ഇന്ന് വായോട്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ എങ്കിലും പോണില്ല. ഇന്ന് ഞങ്ങളുടെ അമ്മയുടെ ഓർമ്മ ദിവസമാണ്. അപ്പൊ അതായത് അമ്മ മരിച്ചത് ജനുവരി 1-ാം തീയതി ആണെങ്കിലും കൂടിയിട്ട് നമ്മൾ നാള് പ്രകാരമാണ് നമ്മള് എന്താ പറയാ, ഞങ്ങൾക്ക് ബലിയിടാൻ പോവുക, അങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ ഉണ്ട്. അപ്പൊ ആ ദിവസം തന്നെയാണ് നമ്മള് എല്ലാവരും ഒരുമിച്ച് കൂടൊക്കെ ചെയ്യാട്ടാ. അപ്പൊ അങ്ങനെയുള്ള ഒരു ദിവസമാണ് ഇന്ന്. അതായത് ജനുവരി 9-ാം തീയതി. പിന്നെ എൻ്റെ അച്ഛൻ മരിച്ചിട്ടും അതേപോലെ അച്ഛനും അമ്മയും ഓരോ ദിവസത്തിന്റെ വ്യത്യാസത്തിലാണ് മരിച്ചത്. അപ്പൊ എൻ്റെ അച്ഛൻ മരിച്ചിട്ട് 2 ദിവസം മുന്നാണ്, ഇതേപോലെ 2 വർഷം കഴിഞ്ഞത് ജനുവരി 7-ാം തീയതി ആയിരുന്നു. അപ്പോ അമ്മയുടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഇന്നിപ്പോ ഒരുമിച്ച് കൂടാന്ന് പറഞ്ഞപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ 6 ആണും 7ാമത്തെ പെണ്ണുമാണ്. അങ്ങനെ 7 മക്കളാണ് ഇവിടെ ഷായേട്ടന്റെ വീട്ടിലെ. അപ്പോ ഒരു എന്താ പറയാ, കഴിഞ്ഞ വർഷമൊക്കെയും ഇപ്പൊ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോഴും അളിയൻ നാട്ടിലുണ്ടാവാറില്ല. ഈ പ്രാവശ്യം അളിയനും വന്നിട്ടുണ്ട് നാട്ടിലെ. അപ്പൊ അത് കാരണം തന്നെ എനിക്ക് തോന്നുന്നു ഇങ്ങോട്ട് അമ്മയുടെ ആത്മാവ് ഒന്നും കൂടി സന്തോഷിക്കുന്നു. കാരണം മക്കളും മരുമക്കളും എല്ലാവരും കൂടി ഒരുമിച്ച് കൂടാൻ പറ്റിയൊരു ദിവസമാണ് ഇന്ന്. അപ്പൊ പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ബലിക്കിടാനായിട്ട് പോയി ഇടുന്ന ദിവസമാണ്. പിന്നെ നമ്മുടെ പണികളൊക്കെ രാവിലെ അത്യാവശ്യമൊക്കെ എല്ലാവരും വേഗം കഴിച്ചു. ഇനിയിപ്പോ എല്ലാവർക്കും വരും. എന്താ പറയാ, ബലിയിടാനൊക്കെ പോയിട്ട് അവരും വരാൻ നേരം വൈകും. വിജയിച്ചിട്ടാണ് നമ്മുടെ പണിസ്ഥലത്ത് കുട്ടികൾക്കൊക്കെ ഭക്ഷണം വെച്ചു കൊടുക്കുന്ന ചേച്ചിയാണ്. അമ്മയുടെ പ്രിയപ്പെട്ട ചേച്ചിയാണ് കേട്ടോ. നമ്മളുണ്ടല്ലോ ഭക്ഷണം ഏൽപ്പിച്ചോക്കാണ് കേട്ടോ. കാരണം 50 പേർക്കുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ തോന്നി നമുക്ക് ഏൽപ്പിക്കാം. പിന്നെ ബലിയിടാനൊക്കെ പോകേണ്ട കാരണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ എല്ലാവർക്കും ഒന്ന് സഹായിക്കാൻ വരാനൊക്കെ ഒരു ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭക്ഷണം ഏൽപ്പിക്കുകയാണ് നമ്മൾ ചെയ്തത്. കറി വളർന്നില്ല. ഇവിടെ ഇരുന്ന് നേരത്തെ പ്ലേറ്റ് പിടിച്ച് നടന്നു കഴിക്കണ്ടായിരുന്നു. നടന്ന് കഴിക്കും. ടി വി കിടന്ന് കാണും ഇവരൊക്കെ. ഞങ്ങൾക്ക് തിന്നാൻ മാത്രമുള്ളവര് എല്ലാവർക്കും വേണം കിട്ടുമോ? അത് ശരിയാവുന്നു. അമലു ഒന്ന് ചോദിക്കണം.
നമ്മുടെ കൺമണിക്കുട്ടി ഉണ്ടല്ലോ ഉച്ച വരെ ക്ലാസ്സിൽ പോയിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് കൺമണിക്കുട്ടി വന്നിട്ടുണ്ട്, അനിയൻ വന്നിട്ടുണ്ട്. അപ്പൊ കൺമണിക്കുട്ടിയുടെ അടുത്ത് ആയിരിക്കാന്ന് പറഞ്ഞേ? അപ്പൊ ആരെന്ന് പറഞ്ഞേ കൺമണിക്കുട്ടിയുടെ? അച്ഛനായിട്ട് അപ്പൊന്ന് വിളിക്കണേ. ഞങ്ങളുടെ അനിയനുണ്ട്, പ്രീതിനറിയാലോ. എല്ലാവരും ഭക്ഷണം കഴിച്ചു പോയി. ലാസ്റ്റ് കൺമണിക്കുട്ടി സ്കൂളിൽ വരാൻ നേരം വൈകുന്നേരം ഞങ്ങൾ ലാസ്റ്റ് ആയിട്ട് ഇരിക്കുന്നത്. നമ്മുടെ കുട്ടികളെ അതേ സ്കൂളിൽ വിട്ട് വന്നിട്ടുള്ളൂ. അപ്പൊ അവർക്ക് ഞാൻ ഭക്ഷണം കൊടുക്കട്ടെ കേട്ടാ. മിന്നു എങ്ങനെയുണ്ട് പൊന്നു നമ്മുടെ സദ്യ? കൊള്ളാം. ഇതൊക്കെ കുഴപ്പമില്ലല്ലോ. അങ്ങനെ നമ്മുടെ സദ്യയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഉച്ചയിൽ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ എല്ലാവരും പോയിട്ടാ. ഇനി പിന്നെന്താ, അമ്മയുടെ ഓർമ്മകൾ പറയുകയാണെങ്കിൽ ഇനി അമ്മനെ ഓർക്കാത്ത ഒരു ദിവസം പോലും എന്റെ ജീവിതത്തിൽ ഇല്ലാന്ന് തന്നെ ഞാൻ പറയും. കാരണം എന്താണെങ്കിൽ ഞാന് അവിടെ നിന്ന് നമ്മുടെ അടുക്കളയിൽ നിന്ന് ഇങ്ങനെ കടന്ന് വരിക, അല്ലെങ്കിൽ ആ ബാക്കിൽ നിന്ന് ഇങ്ങനെ കടന്നു വരിക, അല്ലെങ്കിൽ ഈ ഫോണിൽ ഇവിടെ ഇറങ്ങി വരിക, എവിടെ നിന്ന് ഇറങ്ങി വന്നാലും ഞാൻ കാണുന്ന മുഖം എന്ന് പറയുന്നത് അമ്മ, അച്ഛൻ, അച്ചാച്ചൻ, ഇവര് 3 പേരെയും മുഖങ്ങളാണ് ഞാൻ എപ്പോഴും കാണാം. അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോ എന്തെങ്കിലും ഒരു വിഷമങ്ങൾ കൂടി വരാണെങ്കിൽ കൂടി ഞാൻ പെട്ടെന്ന് അവിടേക്കാണ് എന്റെ നോട്ടം പോവാ. വെറുതെ ജസ്റ്റ് അറിയാണ്ട് അങ്ങോട്ട് നോക്കി പോണ ഒരു സ്വഭാവം ഉണ്ട് എനിക്ക്, എന്താണെന്ന് അറിയില്ല. അപ്പൊ അവരെ ഓർക്കാത്ത ദിവസമില്ല. പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ അമ്മയുടെ റൂം, അതായത് ഉണ്ണികളായാലും ഇപ്പൊ ഷായേട്ടനായാലും എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയല്ലോ ഒരു റൂം ഉണ്ടെങ്കിൽ, ഇപ്പൊ അച്ചാച്ചന്റെ അമ്മാമ്മയുടെ റൂം ഉണ്ടെങ്കിൽ എല്ലാവർക്കും കയറി ചെല്ലാവുന്ന ഒരു റൂമാണ് അവരുടെ റൂം. അപ്പൊ നമ്മള് എന്തെങ്കിലും ഒരു സാധനം എല്ലാവർക്കും വേണ്ടി ഒരു സാധനം വേണ്ടി വരാണെങ്കിൽ തന്നെ നമ്മൾ പറയും അച്ചാച്ചന്റെ റൂമിലുണ്ട്. അച്ഛനുള്ള സമയത്ത് അച്ചാച്ചന്റെ റൂമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അച്ഛൻ മരിച്ചതിന് ശേഷം പിന്നെ അത് അമ്മാമ്മയുടെ റൂമിലായി. ഇപ്പൊ അമ്മാമ്മയുടെ റൂമിൽ നിന്ന് മാത്രമാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ വരിക. അപ്പൊ ഉണ്ണികളെ എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയും അത് അമ്മാമ്മയുടെ റൂമിൽ ഇരിക്കുന്നുണ്ട്. ഷായിട്ട് എന്തെങ്കിലും ചോദിച്ചാൽ പറയും അമ്മാമ്മയുടെ റൂമിൽ ഇരിക്കുന്നുണ്ട്. അത് അച്ചാച്ചനും അമ്മാമ്മ ഉള്ള കാലത്തേ തൊട്ട് അങ്ങനെയാണ്. എന്തെങ്കിലും കോമൺ ആയിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന സാധനങ്ങളാണെങ്കിൽ അച്ചാച്ചനും അമ്മാമ്മയുടെ റൂമിൽ വെക്കാന്നുള്ളത്. അപ്പൊ അങ്ങനെ അമ്മയുടെ അമ്മയെക്കാളും കൂടുതൽ അമ്മാമ്മ അല്ലെങ്കിൽ അമ്മ, ഈ 2 പേരും 2 വാക്കുകൾ പറയാത്തൊരു ദിവസം ഇല്ല എനിക്ക്. പിന്നെ എനിക്ക് അച്ഛനമ്മേനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്റെ അച്ഛന്റെ അമ്മയുടെ കൂടെ ജീവിച്ചേക്കാളും കൂടുതൽ വർഷം ഞാൻ ഇവിടെ അമ്മയുടെ കൂടെയാണ് ജീവിച്ചു നോക്കുന്നത്. കാരണം 19 വയസ്സാകുമ്പോൾ കല്യാണം കഴിഞ്ഞ് ഇവിടെ എത്തി. പിന്നെ അമ്മയുടെ കൂടെ 22 വർഷം ജീവിച്ചു. അച്ഛന്റെ കൂടെ 17 വർഷം ജീവിച്ചു. അപ്പോ എനിക്ക് പിന്നെ അവരെ കുറിച്ചിട്ട് ഞാൻ ഇനി എന്ത് പ്രത്യേകിച്ച് ഓർമ്മകൾ എന്നിട്ട് എനിക്ക് പറയാനുള്ളത്, അങ്ങനെ എന്നും നല്ല ഓർമ്മകൾ മാത്രമാണ് പറയാനുള്ളൂ. പിന്നെ അച്ഛൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വീട് പണിയുന്ന സമയത്ത് നമ്മൾ മുകളിലേക്ക് കോണിയൊന്നും ഉണ്ടായിരുന്നില്ല. സാധാരണ ഒരു ചെറിയൊരു വീടായിരുന്നു നമ്മൾ ഫസ്റ്റിൽ പണിതിട്ടുണ്ടായിരുന്നത്. അപ്പോ മോനിവിടെ, അതായത് ഞങ്ങളിവിടെ താമസാക്കിയിട്ട് ഒരു 10 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾക്ക് മുകളിലേക്ക് എടുക്കണമെന്ന് തോന്നിയത്. മക്കളൊക്കെ വലുതായപ്പോ തോന്നി മുകളിലേക്ക് 2 റൂം എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പണി തുടങ്ങിയപ്പോ അച്ഛനാണെങ്കിൽ ശ്വാസമുട്ടൊക്കെ ഉള്ള ആളാണ്. ഈ പൊടിയും കാര്യങ്ങളൊന്നും പറ്റില്ല. പിന്നെ നമ്മളിവിടെ പൊളിച്ചു. അപ്പോ പണിക്കാര് അന്ന് പറഞ്ഞത് നമുക്ക് 3 മാസം കൊണ്ട് പണി കഴിച്ചു തരുന്ന പറഞ്ഞത്. പക്ഷെ 10 മാസം എടുത്തവര് ഇവിടെ ഈ വീട് പണി ഫുള്ളായിട്ട് കഴിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ ഒരു വർഷം അച്ഛന് 1 വർഷമില്ല 9 മാസം അതായത് ഷായിട്ടിന്റെ നേരെ താഴെയുള്ള അനിയനുണ്ടായിരുന്നു, അവന്റെ വീട്ടിലേക്കാണ് അച്ഛൻ നിന്നത് പോയിട്ട്. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ അവിടെ പോയിട്ടാ എല്ലാ ദിവസവും ഇങ്ങോട്ട് വരും. അച്ഛൻ വടി പിടിച്ചിട്ട് നടക്കാട്ടാ. കാരണം അച്ഛൻ ഒരുപാട് തളർന്നിട്ടുണ്ട്. പിന്നെ അവിടെ നോക്കി അച്ഛൻ ഉഷാറായി വന്നിട്ടുള്ളതാണ്. അപ്പൊ വടിയില്ലാണ്ട് നടക്കാൻ പറ്റില്ല. അപ്പൊ എന്തായാലും അച്ഛൻ എന്ന് വടി പിടിച്ചെങ്കിൽ എന്നും വരും, ഇവിടേക്കൊന്ന് വരും. പിന്നെ അച്ഛന്റെ ഇഷ്ടത്തിനാണ് നമ്മൾ പുറത്തൊരു എന്താ പറയാ ഒരു മീനിന്റെ ചരക്ക് പോലെ ഒന്നും പണിതിട്ടുണ്ട് നമ്മുടെ ഫ്രണ്ടില്, നമ്മുടെ വീഡിയോയിലേക്കും കാണാം. അത് അച്ഛന്റെ ഇഷ്ടത്തിന് പണിതിട്ടുള്ളതാണ് മീനിക്ക് വളർത്താൻ വേണ്ടിയിട്ട്. പിന്നെ അതേപോലെ തന്നെ അച്ഛന് ഇവിടെ പോകുമ്പോ ഒരു ആഗ്രഹം കൂടി പറഞ്ഞിട്ടാ പോയിട്ടുണ്ടായിരുന്നത്. നമുക്കാണെങ്കിൽ ഒരു 3 റൂം അന്നുണ്ടെങ്കിലും കൂട്ടിയിട്ട് ഒരു റൂമിൽ മാത്രമാണ് ബാത്റൂമും കാര്യങ്ങളൊക്കെയുള്ള റൂം ഉണ്ടായിരുന്നുള്ളൂ. അച്ഛനാണ് ആ റൂം ഉപയോഗിച്ചിരുന്നത്. അപ്പൊ നമ്മൾ മുകളിലൊക്കെ റൂം എടുക്കണമെന്ന് പറഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞു എനിക്ക് എന്റെ ബാത്റൂമും പുതിയ ടൈല് അതേപോലെ തന്നെ പുതിയ യൂറോപ്യൻ ക്ലോസറ്റ് ഒക്കെ വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. അപ്പൊ അതൊക്കെ ചെയ്തു, നമ്മളെല്ലാം കഴിഞ്ഞു. ലാസ്റ്റ് ഇത് ഞാൻ പറഞ്ഞില്ല 10 മാസമാണ് നമ്മുടെ വീട് പണി കഴിയാൻ എടുത്തത്. അതില് 1 മാസം എന്ന് പറയുന്നത് പോളിഷ് പണിയുടെ ഒരു പണിയിരുന്നു വന്നിരുന്നത്. പക്ഷെ അവിടെ പോയി 9ാമത്തെ മാസത്തിൽ അച്ഛൻ മരിച്ചിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. പക്ഷെ അങ്ങനെ അച്ഛന്റെ ആഗ്രഹം അങ്ങനെ പറഞ്ഞൊരു ആഗ്രഹം ചെയ്തു കൊടുക്കാൻ പറ്റിയില്ല. അതൊരാണ് അച്ഛന്റെ കാര്യത്തിൽ വിഷമം. അമ്മയുടെ കാര്യം പറയുമ്പോ അച്ഛന്റെ കാര്യം പറയാണ്ട് പോകാൻ പറ്റില്ലേ. പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാവരും പറയാം എങ്ങനെ ഞാൻ പാചകം പഠിച്ചത്. പക്ഷെ എന്റെ പാചകം എന്ന് പറഞ്ഞാൽ അച്ഛന്റെ കൂടെ നിന്നിട്ട് കേട്ടാ. അച്ഛൻ നന്നായിട്ട് പാചകം ചെയ്യും.
എന്താ പറയാ ഭയങ്കര ടേസ്റ്റാണ് അച്ഛൻ വെക്കുന്ന ഓരോ കറിക്ക്. എനിക്കൊന്നും ഇപ്പോഴും അച്ഛൻ വെക്കുന്ന ആ ഒരു കറിയുടെ ടേസ്റ്റൊന്നും എനിക്കൊന്നും ഇപ്പോഴും എത്തിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ പലവട്ടം നോക്കും, പക്ഷെ എന്നാലും പാചകം ചെയ്യാൻ പഠിച്ചത് അച്ഛന്റെ കയ്യിൽ നിന്നാണ്. അച്ഛൻ പാചകം ചെയ്ത് കഴിഞ്ഞ് പിന്നെ അതേപോലെ തന്നെ നമുക്ക് അടുക്കളയിലെ കുറേ പാത്രങ്ങൾ മോറാണ്ടാവും. കുറെ പാത്രങ്ങൾ എടുക്കും അച്ഛൻ, പക്ഷെ വെക്കുന്ന കറിക്ക് ഭയങ്കര ടേസ്റ്റ് ഏത് കറി വെച്ചാലില്ല. പിന്നെ അതാണ് അച്ഛന്റെ ഓർമ്മ. പിന്നെ അമ്മയുടെ ഓർമ്മ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഓപ്പോസിറ്റാ. അച്ഛൻ നല്ല ടേസ്റ്റിൽ ഫുഡ് വെക്കുമ്പോ കുറെ ടൈം എടുത്തിട്ട് കഴിക്കാം. നേരെ മറിച്ച് അമ്മ കറി വെക്കുമ്പോ എങ്ങനെയാണെങ്കിൽ ഭയങ്കര സ്പീഡായിരിക്കും കറി വെക്കുമ്പോ. കാരണം അമ്മ എങ്ങനെയാണെന്നറിയോ, എന്ത് സാധനം ഇപ്പൊ നമ്മൾ പറയില്ലേ, ഇപ്പൊ ഒരു മുരിങ്ങല അച്ഛൻ പലപ്പോഴും പറയാൻ പോലും എന്തിനാ മുരിങ്ങല കൊണ്ട് ഇങ്ങോട്ട് വരണേ, അതിന്റെ കടയ്ക്ക് തിന്നാ പോലെയെന്ന്. കാരണം അമ്മ മുരിങ്ങല കൊണ്ടില്ല ആ സെക്കൻഡിൽ തന്നെ കഴിക്കലും കാണാം. പക്ഷെ ആ കറി ആ ഒരു എന്താ പറയാ തോരനോ അല്ലെങ്കിൽ വെക്കുന്ന കറികൾക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവാറുണ്ട്. അതേപോലെ തന്നെ പച്ചക്കറികൾ. ഇപ്പൊ നമ്മൾ ഒരു പച്ചക്കറി എടുത്ത് വെക്കുമ്പോ അമ്മ, ഞാൻ അമ്മയുടെ നിന്നാണ് ഞാൻ പറയാറുണ്ടല്ലോ, എന്തെങ്കിലും പച്ചക്കറി വെക്കുമ്പോ ഇന്നൊരു കായ് മാത്രമാണെങ്കിൽ കായ് മാത്രമല്ല, കായ കയ്പയ്ക്കോ അല്ലെങ്കിൽ മത്തിങ്ങ ഇരിക്കണമെങ്കിൽ മത്തിങ്ങയുടെ കഷ്ണമോ, കുമ്പളങ്ങ കുമ്പളങ്ങയുടെ കഷ്ണം, അങ്ങനെ കിട്ടുന്ന കഷ്ണം മുഴുവൻ ഇട്ടിട്ടായിരിക്കാം ഒരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുക. പക്ഷെ അതിന് പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ രണ്ടു തരം കറികൾക്കും രണ്ടു തരം ടേസ്റ്റ് ആയിരുന്നു കേട്ടാ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനുള്ള ടൈമിൽ എന്ന് പറഞ്ഞാൽ അച്ഛനെ ഞാൻ എന്നും എന്ന് പറയുന്ന പോലെ ഉച്ചയിലത്തെ കറി വയ്ക്കുക. ഇവിടെ നമുക്കൊരു കോൾസേട്ടനുണ്ട്, മീൻ ചേട്ടൻ വരും. ആ ചേട്ടനോട് പറയും ഇന്ന മീൻ കൊണ്ടുവരണം, ഇന്ന സാധനങ്ങൾ കൊണ്ടുവരണം എന്നൊക്കെ പറയും. അപ്പൊ ആളത് കൊണ്ടുകൊടുക്കും. അങ്ങനെ അച്ഛന്റെ കൂടെ എന്താ പറയാ നല്ല നല്ല ടേസ്റ്റുള്ള ഫുഡ് കഴിക്കാൻ പറ്റില്ല. അമ്മയുടെ കയ്യിൽ നിന്നിട്ട് ഞാൻ പഠിച്ചു നിന്നിട്ടാന്നറിയാം. ഫസ്റ്റിൽ പഠിച്ച പാചകം എന്ന് പറയുന്നത് ഉണ്ണിയപ്പം ഉണ്ടാക്കാനാണ്. വളരെ സ്പീഡിൽ ഉണ്ടാക്കുന്ന ഒരു ഉണ്ണിയപ്പുണ്ട്, മാവ് കലക്ക അപ്പൊ തന്നെ ഉണ്ടാക്കുക. അങ്ങനത്തെ ഒരു ഉണ്ണിയപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ എന്തായാലും ആ ഒരു വീഡിയോ നമ്മൾ എന്തെങ്കിലും അടുത്തൊരു വീഡിയോയിലെല്ലാം പെട്ടെന്ന് ചെയ്യാട്ടെ. അമ്മ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പം അത്രയും ടേസ്റ്റ് ആണ്. പിന്നെ പണിയെടുക്കാം. എല്ലാവരും എന്നോട് പറയാറില്ലേ ഓരോ പണികൾ എടുക്കുമ്പോ ഇതെങ്ങനെ പണിയെടുക്കല്ലേ, അല്ലെങ്കിൽ ഇത്ര വെയിറ്റ് ഉള്ളത് എടുക്കല്ലേ എന്നൊക്കെ പറയാറില്ലേ. പക്ഷെ എനിക്ക് ഇപ്പോഴും നല്ല ഉറപ്പുണ്ട്, ഞാനൊരു പണി എടുത്താലോ ഒരു വെയിറ്റ് ഉള്ളത് എടുത്താലോ എനിക്ക് ശരീരത്തിന് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് വരില്ല, നല്ല ഉറപ്പാണ്. കാരണം അമ്മ അതേപോലെ പണിയെടുത്ത് നടന്നിട്ടുള്ള ആളാണ്. അമ്മയ്ക്ക് ഒരിക്കലും അമ്മയുടെ ഞാൻ ഒരിക്കലും അമ്മയ്ക്ക് ഒരു തണ്ടല് വേദന അല്ലെങ്കിൽ ഒരു കൈവേദന അല്ലെങ്കിൽ മുട്ടുവേദന അങ്ങനെയൊന്നും അമ്മ പറയുന്നത് കേട്ടിട്ടേ ഇല്ല. അപ്പോ എനിക്ക് തോന്നുന്നു അങ്ങനെ എനിക്ക് ഒരു ധൈര്യം ഉണ്ട്, എന്ത് പണിയെടുക്കാൻ എനിക്കൊരു കുഴപ്പം വരില്ല എന്നുള്ളൊരു തോന്നൽ ഉള്ളിലുണ്ട്. കാരണം ഞാൻ പുറത്ത് നാളികേരം ചുമക്കുമ്പോ അല്ലെങ്കിൽ ചകിരിച്ചാക്കൊക്കെ ഞാൻ കല്യാണം കഴിഞ്ഞ് വരുന്നേക്കാളും മുന്നേ നൂറ്റി ഭാരെടുക്കാത്ത ഒരാളായിരുന്നു. ഇവിടെ വന്നിട്ട് അമ്മ പറയാണ്, കാരണം നമ്മുടെ ഇപ്പൊ അടുത്തൊരു കൊല്ലറുമ്പല വീടുണ്ട്, പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ, പക്ഷെ നടുവിലെ റോഡ് തോടൊക്കെ പോണം, കാരണം റോട്ടിൽ കൂടെ തന്നെ കടന്നു പോണം. അവിടെ ചെന്ന് ചകിരി കൊണ്ടുവരട്ടെ മോളെ എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു കൊണ്ടുപോവാണ് കല്യാണം കഴിഞ്ഞ സമയത്തേക്ക്. അപ്പോ ചെല്ലും, ഞാൻ പോയി കൂടെ. പക്ഷെ ചെന്നപ്പം എന്നിട്ടാണെങ്കിൽ ചാക്കില് ചകിരിക്ക് വാരി നിറച്ചിട്ടേ നമ്മോട് പറയാണ്. അതിപ്പോ ഞാൻ മാത്രമല്ല കേട്ടോ, ഇവിടെ ചേച്ചിമാരും ചെയ്തിട്ടുണ്ട്. കാരണം അമ്മയുടെ കൂടെ നിൽക്കുന്ന സമയത്ത്, അമ്മയുടെ കൂടെ നിൽക്കുന്ന ടൈമിൽ ഈ പണിയൊക്കെ എല്ലാവരും എടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ 22 കൊല്ലം നിന്നാലും 22 കൊല്ലം എനിക്ക് അങ്ങനെ തുടർന്നു കൊണ്ടേ പണി എടുക്കേണ്ട വന്നത് മാത്രം. അപ്പോ ഈ ചകിരി ചാക്കൊക്കെ ഇട്ടിട്ട് അമ്മ പറയും നമ്മുടെ തലയിൽ വെച്ച് തരും. അപ്പൊ ഞാന് അയ്യോ പറ്റുമോ അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ പക്ഷെ ഒരിക്കലും ഇല്ലാന്ന് പറഞ്ഞിട്ടില്ല. ആകെ ഒരു വട്ടം ഞാൻ പറഞ്ഞിട്ടുള്ളൂ, പറ്റുമെന്ന് ചോദിച്ചിട്ടുള്ളൂ. അത് എന്നിട്ടാന്നറിയും, ഇവിടെ ഏറ്ററ്റത്ത് നമുക്ക് പറമ്പിന്റെ ഏറ്ററ്റത്ത് അനിയ വീട് പണിയുന്ന സമയത്ത് അവിടെ വൃക്ഷങ്ങളൊക്കെ മുറിച്ചു. അപ്പൊ വലിയ അത്യാവശ്യം വണ്ണുള്ള നല്ല മുട്ടികളാ. അപ്പൊ നമുക്കാണെങ്കിൽ നമ്മുടെ അടുപ്പിലാണ് കൂടുതലും തീ കത്തിക്കുക. അവിടെ ബാക്കിലൊക്കെ നമുക്ക് വലിയ വിറക് പരിക്ക് ഉണ്ടായിരുന്നു. അപ്പോ ആ സമയത്ത് അമ്മ പറഞ്ഞു വിറക് കൊണ്ടുവരണം അങ്ങോട്ട് വന്നോളോട്ടാന്ന് പറഞ്ഞു. അവിടേക്ക് ചെന്നപ്പോ വലിയൊരു മുട്ടിയാണ്. അതെടുത്തിട്ട് പറയാണ് തലയിൽ വെച്ച് തരാൻ പോവായിട്ട് ആ തോർത്തും കൊണ്ട് ചോദിച്ചിട്ട്. അപ്പൊ ഞാൻ ചോദിച്ചു അമ്മ ഇതെന്നെ കൊണ്ട് പറ്റുമെന്ന്. അപ്പൊ അമ്മ പറ്റും പറ്റുന്ന വിചാരിച്ച എല്ലാം പറ്റും, അത് പറ്റുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെച്ചു തന്നു. അവിടെ തൊട്ട് എനിക്ക് ഭാരം ചുമക്കാന്ന് പറഞ്ഞാൽ ഞാൻ പേടിക്കാറില്ല, പണി കണ്ടാലും പേടി വരാറില്ല, അങ്ങനെ ചെയ്തോണ്ടിരിക്കും. അങ്ങനെ നല്ല ഗുണങ്ങളൊക്കെ തന്നെയാണ് എന്റെ ജീവിതത്തില് അച്ഛൻ്റെ അമ്മേരെയും കൂടെ നിന്നിട്ട് കിട്ടിയിട്ടുള്ളൂ കേട്ടാ. പിന്നെ അമ്മയുടെ അസുഖം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രെയിൻ ചുരുങ്ങണതായിരുന്നു. പക്ഷെ നമുക്കതൊന്നും മുന്നേ അറിയാനേ കഴിഞ്ഞിരുന്നില്ല. കാരണം നല്ല ആരോഗ്യത്തോടുകൂടി അമ്മ നടക്കുന്ന ടൈമിൽ തന്നെ, അതായത് നമ്മുടെ എൻ്റെ അടുത്തായിരുന്നല്ലോ അമ്മ. അപ്പോ അമ്മ അന്നും ചേട്ടാ അമ്മേനും ഞാൻ അന്നേരം നമുക്ക് കറികൾ വെക്കും, അല്ലെങ്കിൽ അരി അടുപ്പത്തിടുക, ചോറ് ഊറ്റുക, അങ്ങനെയുള്ള കാര്യങ്ങൾ സ്ഥിരം ചെയ്യണ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് അമ്മയ്ക്ക് അമ്മ തന്നെ ചെയ്യണം, നമ്മൾ ചെയ്യണമെന്നൊന്നും ഇഷ്ടമല്ല, അങ്ങനെയാണ്. അപ്പോ ആ സമയത്ത് പോലും ഒരു ദിവസം ഇതേപോലെ രാത്രി എണീറ്റിട്ട് പറയാണ് ഭയങ്കര കരച്ചില്ല. അപ്പൊ എണീറ്റപ്പം അയ്യോ എന്നെ അവര് തല്ലി, എന്തിനാ മോളെ എന്നെ ഇങ്ങനെ ആക്കിയോളെ, ഭയങ്കര കരച്ചില്ല. അപ്പൊ ഞാൻ പറഞ്ഞു അമ്മേനെ തല്ലി, അത് അമ്മയ്ക്ക് തോന്നണോ അല്ലടി മോളെ പറഞ്ഞു. അത് ഒരു ദിവസമല്ല 2 ദിവസമല്ല, അത് ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരുന്നു തുടങ്ങി. പിന്നെയും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത പല
കാര്യങ്ങളും പറയുന്നത് തുടങ്ങി. അപ്പൊ നമ്മൾ എന്താണാവോന്ന് വിചാരിച്ച് അപ്പൊ ഞാനിവിടെ ഇങ്ങനെ അനിയനോട് പറഞ്ഞു, ഒരു താഴെ അനിയനോട് പറഞ്ഞു, സജീവ അമ്മ ഇങ്ങനെ ശരി പറയുന്നുണ്ട്, നമുക്കൊന്ന് മാറ്റി നിർത്തി നോക്കിയാലോ എന്ന്. കാരണം നല്ല ആരോഗ്യം ഉണ്ട് അമ്മയ്ക്ക്, രാത്രി ഉറങ്ങി എണീക്കുമ്പോൾ മാത്രം കുഴപ്പമില്ല, പകലൊക്കെ നമ്മൾ സാധാരണ പോലെയായിട്ടാ. അങ്ങനെ അവന്റെ അടുത്തേക്ക് മാറ്റി നിർത്തി. പക്ഷെ അവിടെ നിന്ന് കുറച്ച് നാള് കഴിഞ്ഞപ്പോ തന്നെ ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ കൂടി കൂടി വന്നു. പിന്നെ പിടിച്ച് കിട്ടാൻ പറ്റാത്ത പോലെയായി. അപ്പൊ ഞങ്ങള് എന്താണാവും ഇത്രയും ഓരോ കാര്യങ്ങൾ പറയണേ. കാരണം അമ്മേ ഒരു വീട്ടിലിപ്പോ നിർത്തിയ പാല് തുറന്നു തുറന്ന് പെട്ടെന്ന് പോവും, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായി തുടങ്ങി. അങ്ങനെ കൊണ്ട് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് അറിയുന്നത് ബ്രെയിൻ ചെറിയതാണ്. ലാസ്റ്റ് ടൈമിലൊക്കെ ഇപ്പൊ ശരിക്കും കുട്ടികളെ നമ്മൾ എങ്ങനെ നോക്കണു അതേപോലെ തന്നെ നോക്കണം കേട്ടോ അമ്മേനെ. അതേപോലെ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്തായാലും അമ്മയുടെ കുറച്ച് അതിന് ആ സമയത്ത്, കാരണം ഇത് പറയാൻ കാരണം നിൽക്കുകയാണെങ്കിൽ ആർക്കെങ്കിലും വീട്ടിൽ നമുക്കറിയാം നമ്മളെ സ്നേഹിക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ നമ്മളെ വിഷമിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷെ ഇങ്ങനെയുള്ള വല്ല എന്തെങ്കിലും രോഗത്തിന്റെ ലക്ഷണങ്ങളായിരിക്കില്ല എന്ന് എനിക്ക് തന്നെ അത് മനസ്സിലായില്ല. ഞാനിപ്പോ കുറെ വിഷമിച്ചിട്ടുണ്ട്, എന്താണാവോ അമ്മ എന്നെ പറയണെന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷെ അതാണ് പിന്നെ അമ്മയുടെ അസുഖം ഇങ്ങനെ കൂടി കൂടി വന്നപ്പോ ഞാൻ പറഞ്ഞല്ലോ ശരിക്കും കുട്ടികളുടെ പോലെയായി അമ്മ. അപ്പൊ ഇങ്ങനെയാണെങ്കിലേ ഞങ്ങൾ തന്നെ ഇപ്പൊ ഞങ്ങൾ എല്ലാ മക്കളും അടുത്തടുത്ത് തന്നെയാണല്ലോ. അപ്പൊ ഒരു വീട്ടിൽ കുറച്ച് ദിവസം നിൽക്കും. അപ്പൊ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ട് ആ വീട്ടിൽ നിൽക്കുമ്പോ അത് ഞാൻ പുതിയൊരു വീട്ടില് പുതിയ ആൾക്കാര് അങ്ങനെ അത് കഴിഞ്ഞ് അപ്പോഴേക്കും ഞങ്ങളപ്പോ അടുത്ത വീട്ടില് അങ്ങനെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ നല്ല സന്തോഷത്തോടു കൂടിയായിരുന്നു. ഓർമ്മകളൊന്നും ഇല്ലെങ്കിലും നല്ല സന്തോഷം ഉണ്ടായിരുന്നു അമ്മയുടെ മരണം വരെ. ഇപ്പൊ ഞാനാണെന്നോ അല്ലെങ്കിൽ അത് ചായേട്ടനാണെന്നോ അല്ലെങ്കിൽ ബാക്കി ചേട്ടന്മാരാണോ ചേച്ചിമാരാണോ ഒന്നും അറിയില്ല. ഞങ്ങളൊക്കെ അമ്മ 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 അതെ വിളിക്കുക. ഞങ്ങൾ പറയും അമ്മ ഞങ്ങളെ അമ്മയല്ല അമ്മയുടെ മോളാന്ന് പറയും. കാരണം അമ്മ ഞങ്ങളെ മോളെ മോളേന്ന് മാത്രമേ വിളിക്കുള്ളൂ വാക്കുകള്. പക്ഷെ ആ അമ്മ ഞങ്ങളെ അമ്മാന്ന് വിളിച്ചു തുടങ്ങി. അപ്പൊ ഞങ്ങളത് ആ ശരി എന്ന് പറഞ്ഞാൽ അങ്ങനെ വിളി കേൾക്കും. പിന്നെ അങ്ങനെ എല്ലാ മക്കളുടെയും നല്ല സ്നേഹം കിട്ടിക്കൊണ്ടായിട്ട് അമ്മ ശരിക്കും മരിച്ചിട്ടുള്ളത്. അമ്മ അറിഞ്ഞിട്ടില്ല, പക്ഷെ എല്ലാ മക്കളും നന്നായിട്ട് അമ്മേനെ നോക്കി ലാസ്റ്റ് ടൈമിൽ എല്ലാവരും വീട്ടിലും നിന്നു. അങ്ങനെ ഒത്തിരി ഭാഗ്യം അമ്മയ്ക്ക് കിട്ടിയിട്ടാ. പക്ഷെ ലാസ്റ്റ് ടൈമിലും അമ്മയ്ക്ക് വയ്യാണ്ടായപ്പോ എനിക്ക് നന്നായി അമ്മേനെ നോക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഞാൻ നമ്മുടെ വീഡിയോയിലൊക്കെ അമ്മയുടെ കുറെ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അന്നത്തെ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ കാട്ടിത്തരാം. അതാണ് പറയുന്നത്. അഞ്ചെണ്ണം കൊണ്ടുവന്നുണ്ട്. കുട്ടിയില്ലേ നമ്മുടെ കിളിക്കുട്ടി, ആ കിളിക്കുട്ടി മുട്ടിട്ടുണ്ട്. നോക്കി നമ്മുടെ കിളിക്കുട്ടീനെ നോക്കിയപ്പോ എന്തായാലും അമ്മയ്ക്ക് നമ്മുടെ ഓറഞ്ച് ഭയങ്കര ഇഷ്ടാ. അപ്പൊ ഞാൻ അമ്മയ്ക്ക് ഒന്ന് പൊളിച്ചു കൊടുക്കട്ടെ. വായനടുക്ക് കൈ കൊണ്ടുപോകാൻ പാടില്ല. വായനടുക്ക് കൈ കൊണ്ടുപോയി എന്താ ഉണ്ടാവാ? നമുക്ക് മാമുണ്ടാൻ പറ്റില്ല. മാമുണ്ടേ, മാമുണ്ടെങ്കിൽ എന്ത് വേണം? കൈ വായയുടെ അവിടേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. വലിയ വായ തുറക്കണ്ടേ? ആ വലിയ വായ തുറന്ന് അങ്ങനെ അതൊക്കെയാണ് അമ്മേനെ കൊടുത്തിട്ടും ഇപ്പോഴും ഓർമ്മ. പിന്നെ എന്റെ അച്ഛന് ഞാൻ പറഞ്ഞല്ലോ എന്നെ ഷാഹിദിനെ സംബന്ധിച്ചിട്ട് ഞങ്ങൾക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരെ ആശ്വസിക്കാൻ പറ്റാത്തൊരു സമയത്ത് അങ്ങനെ ഒരു പരീക്ഷണഘട്ടം കൂടി ആയിട്ടാണ് ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നുപോയത്. കാരണം എന്റെ അച്ഛൻ ഡിസംബർ 30 മരിക്കുക, 31 ശവെടുപ്പ് കഴിയുക. എന്നിട്ട് അവർക്ക് ശവെടുപ്പും കാര്യങ്ങളും കഴിഞ്ഞിട്ടായിട്ട് ഇങ്ങോട്ട് വരികയാണ്. അപ്പൊ പിന്നെ അമ്മേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാര്യങ്ങള് പിറ്റേ ദിവസം അമ്മ മരിക്കുക. അപ്പൊ പിന്നെ ചായന് എന്റെ അടുത്ത് വരാൻ പറ്റാണ്ടാവുക. അമ്മ മരിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാം. അങ്ങനെ ശരിക്കും അന്നത്തെ കാര്യമൊക്കെ ആലോചിക്കുമ്പോഴേ എങ്ങനെയാണ് ആ സിറ്റുവേഷൻ കടന്നു പോയി എന്ന് ഇപ്പോഴാലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടമായിട്ടാ. അങ്ങനെ വലിയൊരു പരീക്ഷണമൊക്കെ നമുക്ക് കടന്നു പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പൊ നമ്മള് കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ നല്ല നല്ല ഓർമ്മകളൊക്കെ ആയിട്ടാണ് ഇപ്പൊ ചിന്തകളൊക്കെ ആയിട്ട് പോണേ. പിന്നെ എന്റെ അച്ഛൻ്റെ ഓർമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അച്ഛനെ കുറിച്ച് എന്നിട്ട് പറയാം നമുക്ക് ഓർമ്മകൾ എന്താല്ലേ. എന്താ പറയാ 19 വർഷം അവിടെ നിന്ന ഓർമ്മ അത് നമുക്കറിയാം. നമ്മുടെ ആ കുട്ടിത്തം നമ്മുടെ അച്ഛനും അന്നേരം കൂടെ ജീവിക്കുന്ന ആ ഒരു കുട്ടിത്തത്തിൽ കിട്ടിയിട്ടുള്ള ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്രയും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ലല്ലോ. അത് എടുത്ത് പറയാനൊന്നും എനിക്കില്ല. അങ്ങനെ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എല്ലാം പറയുകയാണെങ്കിൽ അത്രയും ഉണ്ട്. അത്രയും നല്ല ഓർമ്മകളാണ്. എനിക്ക് 2 ആങ്ങളമാരാണ്, പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ. പക്ഷെ എനിക്ക് തോന്നുന്നു എന്റെ അച്ഛൻ എനിക്ക് ചെയ്തു തരാവുന്ന ഏറ്റവും വലിയ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ഷായേട്ടന്റെ പോലെ ഒരാളെ കണ്ടുപിടിച്ച് എന്നെ ഏൽപ്പിച്ചതാണ്. കാരണം പെണ്ണ് കാണാൻ വന്നിട്ട് 5 മാസം കഴിഞ്ഞിട്ടാണ് ഷായേട്ടന്റെ വീട്ടിലത്തെ എൻഗേജ്മെന്റ് വെച്ചോണേ. കാരണം അത്രയും നാള് അച്ഛൻ ഷായേട്ടനെ കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത്ര അന്വേഷിച്ച് അച്ഛന്
എന്റെ മകൾ അവിടെ സേഫ് ആയിരിക്കുന്ന ഉറപ്പായിട്ട് ശേഷം മാത്രമാണ് അച്ഛനെ കഴിച്ചാൽ നോക്കണേ. ഇതിന് വലിയ ഭാഗ്യമൊന്നും എനിക്ക് അച്ഛന്റെ ഭാഗത്തു നിന്ന് അച്ഛനെ കുറിച്ച് എനിക്ക് പറയാനില്ല. പിന്നെ എനിക്ക് അമ്മേനെ കുറിച്ച് ഓർക്കുമ്പോഴേ എന്റെ അച്ഛൻ മരിച്ചു പോകുമ്പോ അമ്മ എന്റെ അടുത്തുണ്ട്. ഞാൻ ചെന്നിട്ട് അമ്മ ഇങ്ങനെ പോവാട്ടാന്ന് പറയുമ്പോ അമ്മ എന്റെ മുഖത്ത് നോക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു സിറ്റുവേഷനില് നമുക്ക് ആ സമയത്ത് ഭയങ്കര വിഷമാട്ടോ. അതൊന്നും പറഞ്ഞ അറിയില്ല. പിന്നീട് നമ്മൾ ഈ വീട്ടിൽ കയറി വരുമ്പോ അമ്മ ഇല്ലല്ലോ എന്ന് ഓർത്തിട്ടുള്ള അതൊക്കെയാണ്. പിന്നെ ശരിക്കും പറഞ്ഞാൽ അച്ഛനും അമ്മ തന്നെ ഭാഗ്യം ചെയ്തിട്ടുണ്ട്. ഭഗവാൻ അവരെ കെടുത്തി ബുദ്ധിമുട്ടിക്ക് ഒന്നും ചെയ്തില്ല. പറഞ്ഞ പോലെ എല്ലാ മക്കളുടെ സ്നേഹമൊക്കെ കിട്ടിയിട്ടാണല്ലോ അവർക്ക് പോകാൻ പറ്റിയെന്നുള്ളതാണ് പിന്നെ നമ്മുടെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് തോന്നുന്നത് ഭഗവാൻ നമ്മോട് ചെയ്തത്, അച്ഛനോടും അമ്മോടൊക്കെ. പിന്നെന്താ, അച്ഛനും അമ്മയും ഞാൻ കാട്ടിത്തരാം. അവര് നമ്മുടെ മണ്ണിൽ തന്നെയാണ്. ഒക്കെ അങ്ങോട്ട് പോവാം. ഞാൻ പറഞ്ഞല്ലോ അച്ഛനും അമ്മേനെ നമ്മുടെ മണ്ണിൽ തന്നെയാണ് ഇവിടെ അടക്കം ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. ഇവിടെ ആയിട്ടാട്ടോ അച്ഛനും അമ്മയും ഇനി നമ്മൾ അടക്കം ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗം അച്ഛനും അമ്മേനും തൊട്ടടുത്തടുത്തായിട്ട് തന്നെയായിട്ട് നമ്മൾ വെച്ചിട്ടുള്ളത്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലത്തേക്ക് ഞാൻ എപ്പോഴും എത്തും. കാരണം എന്റെ ചെടികള് കൂടുതല് മണ്ണൊക്കെ മിക്സ് ചെയ്ത് നിറയ്ക്കണ സ്ഥലം. അതൊക്കെ എന്താ പറയാ, തുടക്കധികം വെയിലൊന്നും ഏൽക്കാതെയാണ് ചെടികളൊക്കെ തുടക്കം നമ്മള് പുതിയ ചെടികൾ വെക്കുമ്പോൾ വെക്കാലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടൊക്കെ ഈ ഒരു സ്ഥലത്തേക്ക് വരും. ഈ ഒരു സ്ഥലത്തേക്ക് വരും എന്ന് പറയുന്നത് ഇവിടേക്ക് നല്ല തണലുള്ള സ്ഥലമാണ്. അതായത് നമ്മുടെ സപ്പോട്ട, റൂബി മരം, നമ്മുടെ റംബുട്ടാൻ, മുന്തിരി, ഊട്ടിയാപ്പിള, അങ്ങനെ ഫ്രൂട്ട്സുകളാണ് ഇവിടെ കൂടുതലും നമ്മൾ ഈ ഒരു സൈഡിൽ വെച്ചു കൊടുത്തിട്ടത്. പിന്നെ അതേപോലെ തന്നെ മുരിങ്ങ, അങ്ങനെ ഇവര് ശരിക്കും പറഞ്ഞാൽ നല്ല തണലേൽക്കുന്ന നല്ലൊരു സ്ഥലമാണ് ശരിക്കും അച്ഛനും അമ്മയെ അടക്കം ചെയ്തിട്ടുള്ളത്. നല്ല സുഖമായിട്ട് എനിക്ക് തോന്നുന്നു അവരിങ്ങനെ ഉറങ്ങുന്നുണ്ടാവാന്ന് എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും. നല്ലൊരു സൈലന്റ് നല്ലൊരു ഏരിയ. ഞാൻ എപ്പോഴും വന്നിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ. ഇവിടേക്ക് എപ്പോഴും വന്നിരിക്കുന്നതിന്റെ കാരണം ഞാൻ മുന്നേ പറഞ്ഞല്ലോ. അതായത് എന്റെ ചെടികള് കണ്ട, ചെടികളൊക്കെ ഇങ്ങനെ എന്താ പറയാ നിറയ്ക്കുക. അതൊക്കെ നമ്മുടെ റംബുട്ടാന്റെ തൊട്ടാണ്. അതുപോലെ ഇവിടെയും ഒക്കെ ആയിട്ടാണ് വെച്ചോളാം. അപ്പൊ ഈ ഒരു ഭാഗത്തേക്ക് എനിക്ക് വരാതിരിക്കാൻ കഴിയില്ല. കാരണം എന്ന് നനയ്ക്കാണ് ഞാൻ ഇവിടേക്ക് വരും. അപ്പൊ അച്ഛന്റെ അമ്മേരെ അടക്കം ചെയ്തതിന്റെ ചുറ്റില് പോലും ഞാൻ ഇങ്ങനെ ചെടികൾ വെച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതും ഞാനിങ്ങനെ നനയ്ക്കും. അപ്പൊ അച്ഛന്റെ അമ്മയുടെ ഓർമ്മ പിന്നെ എനിക്ക് ഈ ഒരു ദിവസത്തിന് വേണ്ടി ഇങ്ങനെ ഇരിക്കണ്ട എന്നും എന്നും ഓർക്കും. ഇവിടെ വരുമ്പോ ഞാനിങ്ങനെ വെറുതെയും ആ സ്ഥലം ഇപ്പോഴും വൃത്തിയായിട്ട് ഇടണം എന്നുള്ള ഒരു ചിന്തയില് അത് ഇപ്പോഴും അങ്ങനെ വൃത്തിയാക്കി ഇടാൻ നോക്കും. അങ്ങനെയൊക്കെ ആയിട്ട് എന്നും ഓർമ്മ തന്നെയാണ് അവരെ കുറിച്ച്. ഓരോ ദിവസം ഓർമ്മ ദിവസം നമ്മളെല്ലാരും കൂടാൻ വേണ്ടിട്ട് എടുക്കണമെന്ന് മാത്രമല്ലോ കേട്ടാ. ഷായേട്ടന് ശരിക്കും അച്ഛൻ്റെ അമ്മേനെ കുറിച്ച് ഓർമ്മ പറയുകയാണെങ്കിൽ എന്താ? എനിക്ക് ഓർമ്മ എന്ന് പറയുന്നത് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമില്ലല്ലോ, എപ്പോഴും ഓർക്കല്ലേ. അതായത് അച്ഛനമ്മയും ഇങ്ങനെ ഒരു സ്ഥലം കാര്യങ്ങള് ഇതൊന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ ശരിക്കൊരു ഇപ്പൊ ഒരുമിച്ച് താമസിക്കാൻ പറ്റില്ല. എല്ലാവർക്കും എല്ലാ മക്കൾക്കും ഒരുമിച്ച് താമസിക്കാൻ പറ്റില്ല. അതില്ലെങ്കിലോ എല്ലാവരും പൊട്ടിച്ചിതറയണം പല സ്ഥലങ്ങളിലായനില്ലേ. ഇതിപ്പോ അങ്ങനെയെങ്കിലും പറ്റുന്നില്ല. നമുക്ക് ജീവിതകാലം മുഴുവൻ ഇങ്ങനെ പോവാൻ പറ്റില്ലോ. എന്തായാലും ഇനി മക്കളെ കാര്യങ്ങളല്ലേ, അപ്പോഴൊക്കെയല്ലേ മാറ്റങ്ങൾ വരുള്ളൂ. അപ്പൊ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും, അതായത് നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോവില്ല ഇവര്. മക്കളെന്ന് പറഞ്ഞാലും അവരും പറയാൻ എന്തായിരിക്കും, അച്ചാച്ചനും അമ്മാമയും ആക്കി തന്ന സ്ഥലം. അല്ല, അച്ഛൻ അവർക്ക് വീട് വെച്ചു കൊടുത്ത് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് അവരുടെ സംസാരത്തിൽ വരും അത് തന്നെയായിരിക്കുമല്ലോ. അച്ചാച്ചുണ്ടാക്കിയ സ്ഥലം എന്നല്ല പറയുള്ളൂ. ആ ഒരു ഓർമ്മയല്ലേ എന്തായാലും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റിയെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിൽ പോവില്ല എന്തായാലും. ചെറിയേട്ടനെ കടയിൽ പോയിട്ട് എത്തിയുള്ളോട്ടെ. അതിപ്പോ ഒരു സമയം 6 മണി ആവാറായിട്ടുണ്ട്. അപ്പൊ വെറുതെ ചെറിയേട്ടൻ ഭക്ഷണം കഴിക്കാൻ നോക്കുന്നത്. നമുക്കാണെങ്കിൽ സദ്യയുടെ പാത്രങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയില്ല. ബാക്കിയുള്ളതൊക്കെ ഓരോ പാത്രത്തിലേക്ക് ഒതുക്കി വെച്ചിട്ടുണ്ട്. പച്ചക്കറിയുടെ ആളായ കാരണം ചെറിയക്ക് ആ സമയത്ത് എന്താ പറയാ ആസ്വദിച്ച് കഴിക്കാൻ പറ്റില്ലല്ലോ. കടയുടെ ഉള്ളില് ഓടിപ്പോയിട്ട് അപ്പൊ കടയിൽ പോയി വന്ന ഈ സമയം ഇത്രയും ചെറിയേട്ട പുറത്തിരുന്ന് കഴിക്കണേ. അതാണ് ചെറിയേട്ട പുറത്തേക്ക് പോകണം. അതല്ലേ. ഇനിയിപ്പോ എന്നിട്ടാണെങ്കിൽ നമുക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ അവർക്ക് ഇപ്പൊ മേടിക്കാൻ വരും. അപ്പൊ ഈ പാത്രങ്ങളൊക്കെ മോറി കൊടുത്തു വിടണം. അപ്പൊ പിന്നെ കണ്ടെങ്കിൽ ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. അപ്പൊ ഞാനാണ് പറഞ്ഞത് കുറച്ച് പാത്രങ്ങളുള്ളൂ ഞാൻ മോറാന്നുള്ളത്. കാരണം 6 മണിക്ക് ആയിട്ടുണ്ട് വിളക്ക് വയ്ക്കാറായില്ല എല്ലായിടത്തും. അപ്പൊ ഇനി ഇത് വേഗം ഒന്ന് കഴുകി കൊടുക്കുക. പിന്നെ നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. എല്ലാവരും എത്തി നല്ല സന്തോഷത്തോടു കൂടി തന്നെ അമ്മയുടെ ഈ 2ാമത്തെ ഈ കൊല്ലത്തിൽ നമുക്ക് എന്താ പറയാ അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹം പോലെ തന്നെ മക്കളൊക്കെ എല്ലാവരും ഒത്തുചേർന്ന് മുന്നോട്ട് പോകണം എന്നുള്ള ആഗ്രഹം പോലെ തന്നെ ആ ഒരു പരിപാടിക്ക് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പൊ അടുത്ത ദിവസം അടുത്ത വീഡിയോ കേട്ടോ.